അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ട്രാക്കിലേക്ക് നേരെ പോകണം. ഈ സൗണ്ട് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. പിന്നെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യം വന്നില്ല അല്ലേ? ഗൈസ് കണ്ടില്ലേ? ചെവിയുടെ ഡയഫ്രം മുട്ട കോരച്ച് അപ്പോൾ ഗായ്സ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ കരി മോട്ടോർ സ്പീഡ് വേ നമ്മുടെ കോയമ്പത്തൂരാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നൈറ്റ് ഏകദേശം സമയം എത്രയായിട്ടുണ്ടാവും? 9:30 9:45 അപ്പോൾ ഗായ്സ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്കമാലിയാണ് നമ്മളുള്ളത്. അപ്പോൾ ഇനി നേരെ കോയമ്പത്തൂരാണ്. നേരെയല്ല, സർട്ടീസുകാരൻ. അപ്പോൾ ഗായ്സ് നമ്മൾ കുതിരാൻ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു ടീ ബ്രേക്ക് എടുത്താൽ ഇനി നമ്മളൊരു 2 hours വേണ്ട. ശരിക്കും നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടില്ലേ, 2 ടയർ ആ വണ്ടിക്കുള്ള. നാളെ ട്രാക്കിൽ ഇറങ്ങാനുള്ള ടയർസ്, നാളെ ട്രാക്കിൽ ഇറങ്ങാനുള്ള ടയേഴ്സാണ്. അപ്പോൾ സത്യം എടി നല്ല സുഖം കേട്ടോ, കംഫർട്ടാണ് ലോങ് റൈഡൊക്കെ. നമ്മൾ ആലത്തൂർ എത്തിയിട്ടുണ്ട്. ആലത്തൂർ. അപ്പോൾ ആലത്തൂർ എത്തിയിട്ടുണ്ട്. ഇനി പാലക്കാട് പിന്നെ കോയമ്പത്തൂർ പെട്ടെന്ന് എത്തും. ഒന്നും നോക്കണ്ട. പക്ഷെ ഫുള്ള് ക്യാമറ കേട്ടോ, സ്പീഡ് ക്യാമറകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് നോക്കിപ്പോയില്ലേ പണി കിട്ടും. മഴയൊക്കെ ചാറുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഈ വൈസറില്ലേ, ഇതൊരു 140 വരെ നമുക്ക് നല്ല പിൻ പ്രൊട്ടക്ഷൻ ആട്ടോ, നല്ല ഹീറ്റില്ല വൈസർ. അപ്പോൾ മഴയത്ത് നമ്മൾ കുറച്ച് ടക്കിങ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ മഴ അടിക്കില്ല. സെറ്റ്.
ടയേഴ്സ് ശരിക്കും കോർണറിങ് ക്യാപ്പബിലിറ്റി കുറവുള്ള ടയേഴ്സാണ്. കാരണം ഇത് അഡ്വഞ്ചർ പർപ്പസിനുള്ള ടയറാണ്. അതുകൊണ്ട് നമുക്ക് കോർണറിങ്ങും പിന്നെ അതുപോലെ തന്നെ ഹൈവേയിൽ ഒരു 140 130 ഒക്കെ കഴിയുമ്പോഴത്തേന് സ്റ്റെബിലിറ്റി കുറച്ച് കുറവാണ്. ഇല്ലെങ്കിൽ വല്ല സൂപ്പർ മോട്ടോ ടയേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചീത്ത റോഡുകളിൽ ഇവന് ഉഷാറാണ്. പക്ഷെ നല്ല റോഡുകളിൽ എന്ന് വെച്ചാൽ ഹൈ സ്പീഡിലൊക്കെ സ്റ്റെബിലിറ്റി കുറച്ച് കുറവുണ്ട്. അതാണ് ടൂറിങ് വണ്ടി ആയാലും ഹൈ സ്പീഡിൽ നമുക്ക് ക്രൂസ് ചെയ്യുന്ന വെച്ചാൽ ഓവർ സ്പീഡ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ലൊരു ഓപ്ഷൻ അല്ല. ഇല്ലെങ്കിൽ നല്ല സൂപ്പർ മോട്ടോ ടയേഴ്സ് ഞാൻ പറഞ്ഞ പോലെ അത് യൂസ് ചെയ്യണമെങ്കിൽ. പക്ഷേ ഇതിന് സൂപ്പർ മോട്ടോ ടയേഴ്സ് ഇറങ്ങുന്നുണ്ടോ എന്നറിയില്ല. ഈ സൈസിൽ ടയർ സൈസിൽ ഉണ്ടാവണം. ആ പട്ടികളൊക്കെ എതിലെയാ ഇത് ഇറങ്ങി പോക്കൂടെ? അപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. വണ്ടിയൊക്കെ ഇവിടെ തന്നെ വെക്കേണ്ടി വന്നു. പുറത്താണ് ഒട്ടും സേഫ് അല്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഇയാൾ പറയുന്ന ഇവിടെ ക്യാമൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഗൈസ് രാവിലെയായി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ടൈം എത്രയാടാ? 7:45 ആ 8 മണി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ട്രാക്കിലേക്ക് നേരെ പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ റേസ് ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ, ഞാനെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ക്ലൗഡി ഡേ ആണ്, അതുകൊണ്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് അതേപോലെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് നല്ല വെയിൽ വരുമെങ്കിലും പിന്നെ മഴക്കാറാണ്. ഞാൻ പറയണേ 1 2 3 4 5 6 7 8. അപ്പോൾ ഗൈസ് ഇവിടെ ബേസിക്സ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ട്രാക്കിലേക്ക് ഓരോരുത്തർ വാമപ്പ് സെക്ഷനൊക്കെയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ വൈപ്പർ ഉണ്ട്, അതുപോലെ ട്രിപ്പിൾ ഗ്രീൻ ഉണ്ട്, പിന്നെ സംഗീത്, ബൈക്കർ ബോയ്, അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ. മറ്റേ ഇറങ്ങുന്നില്ലേ ബൈക്ക് എയർ പ്രഷർ അടിക്കാൻ കുഴക്കുന്നത്? ആ ഹാ ഹാ കഴിഞ്ഞിട്ട് ഇറങ്ങണം. ആ സെറ്റ് സെറ്റ്. ടിക്ടോക്ക് ടിക്ടോക്കോ? ടിക്ടോക്ക് ഇപ്പോഴും ഉണ്ടല്ലേ? ഇല്ലല്ലേ? അപ്പോൾ നമ്മുടെ ആൽത്തോരപ്പന ഇവിടെ ഉണ്ട്. ഗ്ലൗ ബാഗ്. ആ തോരപ്പ എങ്ങനെയുണ്ട്? ഇതൊക്കെ എടുത്തിട്ടിട്ട് നിന്നിട്ട് ഇന്ന് തകർക്കൂലേ? തകർക്കൂല. സമാധാനം നമ്മളോട് നമ്മുടെ ആത്മാവോടും കൂടെ. പെട്രോളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വലിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിനെ പിടിച്ച് തൂങ്ങരുത്. Do not hold on to the handle. തിരിക്കാൻ വേണ്ടി മാത്രം, വളയ്ക്കാൻ വേണ്ടി മാത്രം ഹാൻഡിൽ ബാർ യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? ആൻഡ് ഓൾസോ ഹോൾഡ് ഓൺ ടു ദ ബൈക്ക് യൂസിങ് യുവർ ലെഗ്സ് ആൻഡ് കോർ. ഇപ്പൊ ഇങ്ങനെ 2 ഫുട്ട് റെസ്റ്റ് ഉണ്ടാവില്ലേ? ഫുട്ട് റെസ്റ്റിലെ യു ഷുഡ് നോട്ട് കീപ് യുവർ ലെഗ്സ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഇതാണ് നിങ്ങളുടെ ഫുൾ കാലെന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കരുത്. യൂസ് യുവർ ടോസ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ ഫോർ ലെഫ്റ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട്. നിങ്ങൾ ലീൻ ചെയ്യുമ്പോൾ കാല് വളരെ താഴെ ആയിരിക്കും. സോ ദർ ആർ ചാൻസസ് നിങ്ങളുടെ കാല് റിയർ സൈഡിന് താഴെ പോയി അറിയാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഓൾവേസ് അവിടെ ക്രാഷ് ആയല്ലോ. വണ്ടി പൊക്കുന്നു. ഹോൾഡ് ഓൺ വിത്ത് യുവർ നീസ്. സൗണ്ട് ഇങ്ങനെ 10R എന്നോട് പറയാം, മറക്കരുത്. അപ്പോൾ ഗായ്സ് പനിക്കാല അതേപോലെ 6R 10R ഇതിലെ കിടന്ന് കളിക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വരും ഇവിടെ മൂളിച്ച് വരുന്നുണ്ടാവും. അപ്പത്തെ ലൈനിൽ കൂടെ 10R പോകണം. ഈ 6R വരുന്നുണ്ട് കേട്ടോ. ഏതാ ശരിക്കും ഗൂസ് ബംസ് വരിക എന്ന് പറയാനായിട്ടില്ലേ, അത് ശരിക്കും ഞാനിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് രോമാഞ്ചം എഫക്റ്റ്. നമ്മുടെ സ്വന്തം തോരപ്പൻ ഇതാ വരുന്നു. ഡുകാട്ടി പാനിക്കാലെ 959. ഇത് 10R. ആൾ തോരപ്പൻ 2-3 ലാപ്പൊക്കെ 2-3 അല്ല ഒരു 5-6 ലാപ്പൊക്കെ അടിച്ചിട്ട് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഇമ്പ്രഷൻ ഇൻ ലിറ്റർ ക്ലാസ് ആണ്. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഹൽ തുറപ്പാ, എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. ആ ഇത് ഓടിക്കുമ്പോൾ ലൈൻസ് വ്യത്യാസമുണ്ട്, റെഫറൻസ് എല്ലാം വ്യത്യാസമുണ്ട്. അടുത്തൊക്കെ മാറിപ്പോയി. അടുത്തോ? ഇല്ല, ഒന്ന് ബ്രീത്തർ കേട്ടെ. ആ ഞാൻ എത്ര ലാപ്പ്? 5-6 ലാപ്പ് എടുത്തിട്ടുണ്ട്. ലൈൻസ് വ്യത്യാസമുണ്ട്, പഠിക്കണം. എനിക്ക് ഈ C1 വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഏപ്പെക്സ് അടിക്കാൻ പറ്റുള്ള. കാരണം നമ്മൾ 160 എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കിടക്കണ്ടേ. ഇത് ചുമ്മാ ഒന്ന് കിടത്തി കഴിയുമ്പോൾ വണ്ടി ഔട്ട് പോണെയാണ്. അങ്ങനെ നമ്മുടെ 10R 6R എത്തിയിട്ടുണ്ട്. അവർ ഏകദേശം ഒരു 10-12 ലാപ്പ് അടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. 12-ന് മേലെ ലാപ്പ് അടിച്ചിട്ടുണ്ട്. ചെവിയുടെ ഡയഫ്രം പോയി ബ്രോ. ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ബ്രോ എക്സ്പീരിയൻസ്? കിട്ടിട്ടാണ് നന്നായി പുഷ് ചെയ്യുന്നുണ്ടോ? എന്തായാലും ഓട്ടം ഉണ്ടായിരുന്നോ? അതിന് കമത്തുണ്ടായിരുന്നു. റൈറ്റോട്ട് എളുപ്പം റൈറ്റ് ലെഫ്റ്റോട്ട് തിരിക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ടായിരുന്നു?
അടിപൊളിയാണ്. പിന്നെ അല്ലാണ്ട് ബ്രേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബ്രേക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല അല്ലേ? ഇവിടെ നിർത്തല്ലേ? ഗൈസ് കണ്ടില്ലേ? ഇങ്ങനെയാണ് രസമാണ്, ഭയങ്കര ഫണ്ണാണ്. ആ ബ്രേക്ക് പിന്നെ ഹാൻഡിൽ ബാർ ബെൻഡ് ഉള്ളതുകൊണ്ട് റൈറ്റിലോട്ട് കുറച്ച് എളുപ്പമാണ്, ലെഫ്റ്റിലോട്ട് കുറച്ച് പാടാണ് വണ്ടി തിരിക്കാൻ. ബെൻഡ് ഉണ്ടല്ലേ? നല്ല ബെൻഡ്. പിന്നെ ഒരു ഫോർക്കോയിൽ ഫീൽ കുറച്ച് ഫോർക്കോയിൽ ഡിസ്കിലോട്ട് വീഴും, അപ്പോൾ ബ്രേക്ക് ഫ്രണ്ട് നഷ്ടപ്പെടും കുറച്ച് കഴിയുമ്പോൾ. ലീക്ക് ഉണ്ട്. ആ ലീക്ക് ഉണ്ട്. സീൻ ഇതൊക്കെ എന്ത് വണ്ടിയൊക്കെ എന്നുണ്ടായിരുന്നു. സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ഗ്രീൻ ഇതാ ഗിയർ അപ്പ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ വൈപ്പറേട്ടം കണ്ടില്ലേ, 310 ഇറങ്ങാൻ പോവാണ്. വെറുതെ കിടക്കുന്നുള്ളൂ. നീ വണ്ടി ഇറങ്ങി, നീ ഇറങ്ങി മുട്ട കോരിച്ച് ഉദ്ഘാടനമാണോ? ഇത് എവിടുന്നാന്നോ? ഇതിന്റെ ടൂൾ കിറ്റിലുള്ളൂ അല്ലേ? ഞങ്ങൾ ടിമ്പർ കൊണ്ടല്ല ഇതുപോലെ സാധനങ്ങളൊന്നും ഞങ്ങൾ എത്ര സെക്ഷൻ ചെയ്യുന്നത്? നമ്മുടെ വൈപ്പറാണ് കേട്ടോ. പിന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ? 390 എന്താ എടുക്കാത്ത? 390 RC പെൻഡിങ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനി തൽക്കാലത്തേക്ക് പഠിക്കാൻ ആറെടുത്തിട്ടാ കേട്ടല്ലോ. പഠിക്കാൻ ആറെടുത്തിട്ട് ഓടിക്കാൻ RC 390. അത് കിട്ടിയില്ല. ഓക്കെ നല്ല റീസൺ അല്ലേ? അപ്പോൾ വൈപ്പറേട്ടൻ പോയിട്ടുണ്ട്. ഗായ്സ് നമ്മളിപ്പോൾ ട്രാക്കിൻ്റെ ബ്രിഡ്ജിൻ്റെ മേലെയാണുള്ളത്. കണ്ടില്ലേ? ഇവിടെ നോക്കുമ്പോൾ എൻ്റെയർ വ്യൂ കിട്ടും. അപ്പോൾ ഓരോ വണ്ടികൾ പോകുന്ന നമുക്ക് കണ്ടില്ലേ, അവിടുത്തെ ആ കോർണർ കറക്റ്റ്. ആ ഡുക്കാട്ടി തുരപ്പൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. തുരപ്പന അവിടുത്തെ ഫ്ലോർ കാറ്റടിച്ചിട്ട് പറന്നു നമ്മള്.
നല്ല വെട്ടിങ് പോകെയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. ട്രാക്കിലൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഗൈസ് രാത്രി ഇറങ്ങണ്ട. R3 കണ്ടാൽ പറയില്ല എന്നുള്ളൂ. ഓണ് നഷ്ടപ്പെട്ടെന്റെ നഷ്ടപ്പെട്ടു. എന്തെങ്കിലും ബാക്കിയുണ്ടോ? ബസ്സാരം വന്നിട്ടേ ഒരേ എവിടെ വെച്ച് ഞാൻ കോണറിയപ്പോഴേ ഈ സാമാനം ഞാൻ ആഘോഷത്തോടെ മാറ്റി വെക്കണം മാറ്റി വെച്ച് ഇന്നത്തെ ആണോ? റോഡിലെ ഇവിടുന്ന് അവിടെ പോയിട്ട് മാറ്റി വെച്ചിട്ട് അതല്ലേ ഒരു ലാപ്പിന് ഒരു 5 മണിക്കൂർ 5 മിനിറ്റ് കണ്ടില്ലായിരുന്നു. അത് നീ പയ്യ വന്നുകൊണ്ടാണ്. എടാ വാട ഇറങ്ങാന്നാ. ഇത് എൻ്റെ ബൈക്ക് കൊടുത്ത് കൊണ്ടുപോയിക്കോ. ഞാൻ റെന്റിങ് ആണ് ബൈക്ക്. ഇവനെ കാശ് കൊടുത്ത് വണ്ടി മേടിച്ചു. എന്നിട്ട് ടീം പറഞ്ഞു ഇവനെ കൊണ്ട് പിടിപ്പിക്കില്ല. എൻ്റെ ബൈക്ക് എൻ്റെ വീഡിയോ എടുത്തിട്ടേ എടാ നിന്നെ കണ്ടില്ലല്ലോ. നീ എവിടെയായിരുന്നു? നീ ട്രാക്കിൽ പൊളിച്ചിരുന്ന അവിടെ എവിടെയും ഇറങ്ങിയോ? ഇറങ്ങിയോ വണ്ടി സെറ്റല്ല വണ്ടി. ഇതാണ് കേരളത്തിലെ വൺ ആൻഡ് ഓൺലി കസ്റ്റം കിറ്റ് ചെയ്ത 10R. എല്ലാ കിറ്റും കസ്റ്റമായിട്ട് ചെയ്ത് ലൈറ്ററാക്കി വണ്ടി. അപ്പോൾ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ബാക്കിലെ സീറ്റ് കവറൊക്കെ ആണെങ്കിലും ഫുള്ള് നോൺ റിമൂവബിളാണ്. കണ്ടില്ല, മൊത്തം കസ്റ്റം ചെയ്ത വണ്ടിയാണ്. അൻപതാണ് പോകുന്നത്. അതിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. R3 ആണെങ്കിലും കിഡില്ല സൗണ്ടാണ് വണ്ടിക്ക്. നമ്മുടെ അൻഫലാണ് R3 കസ്റ്റം ചെയ്ത വണ്ടി. അതിനും കസ്റ്റം കിറ്റ് ആയതുകൊണ്ട് വണ്ടി ഏതാണെന്ന് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.